പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും ഞാൻ മനസ്സിലൊന്ന് ആഗ്രഹിച്ചതല്ലേ ഉള്ളു, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, ദൈവമേ എന്ത് ചെയ്യും, 6 വാഹനങ്ങൾ ബുക്ക് ചെയ്യാൻ പണമില്ലല്ലോ എന്ന് ചിന്തിച്ചില്ലേ. അപ്പം എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്, ഞാൻ കർത്താവിൻ്റെ ജോലി ചെയ്ത്, അല്ലാതെ ഉടനെ ഫോണെടുത്ത് വിളിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടി പൈസ ഉള്ളവിടേക്കെന്ന് ചോദിക്കുകയാണ് ചെയ്തത്. ഞാൻ അധ്വാനിച്ചില്ലല്ലോ, ഞാൻ കർത്താവിൻ്റെ ജോലി ചെയ്ത്. അതാണ് വിഷയം. ജോലി കഴിഞ്ഞ് കർത്താവിൻ്റെ അധ്വാനം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഒരാൾ ധ്യാനം അവിടെ നിൽപ്പുണ്ട്, അച്ഛനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു പരിചയമില്ലാത്ത ആൾ. ഞാൻ പറഞ്ഞു ആരാ? എൻ്റെ പേര് വിജയകുമാർ. ഞാനിവിടെ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് 24,000 രൂപ അച്ഛന് തരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഭയങ്കരമായൊരു വിസ്മയം. കാര്യം ഈ ആളെ ഞാൻ ആദ്യം കാണുകയെ. ഒന്നാമത്തിൽ അമ്മയൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല. അതല്ല എന്നെ വിഷമിപ്പിച്ചത്. ഈ 24,000 രൂപ എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞാൻ അമ്മയോട് പോലും അത് പറഞ്ഞില്ല. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ സമാധാനത്തിൻ്റെ വിഷയം അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു വിചാരം വരുമ്പോൾ അതുപോലും ദൈവം എങ്ങനെ ശ്രദ്ധിക്കും? അതാണ് ബോധമെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ മക്കൾക്ക് നല്ല ബോധമുണ്ടാകണം. ജീവിക്കണ ദൈവത്തെക്കുറിച്ചൊരു ബോധം. അല്ല നിൻ്റെ മകളെ എങ്ങനെ കെട്ടിക്കും, അല്ലെങ്കിൽ നീ എങ്ങനെ ഈ IELTS പാസ്സാകും. ഇപ്പോൾ ഒരു സാക്ഷ്യം കേട്ടില്ലേ, 16 കൊല്ലമായിട്ട് വിദ്യാഭ്യാസമായിട്ടൊരു ബന്ധമില്ല. വിദ്യാഭ്യാസമായിട്ട് 16 കൊല്ലം മുമ്പ് അവർക്ക് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചതാ. ആ ടച്ച് വിട്ട് പോയി. നിങ്ങൾക്കറിയാവില്ല. പക്ഷേ ഈ IELTS പാസ്സായത് 16 കൊല്ലം കഴിയുമ്പോൾ, എന്നിട്ട് IELTS പാസ്സായെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്നറിയത്തില്ല. അതായത് IELTS എന്താ വരണത്? മൊഡ്യൂൾസാണ് വരണത്. എന്തിൻ്റെ? ഫോണറ്റിക്സ് അല്ലേ, ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. ഭാഷയാണ്. ഭാഷ മാത്തമാറ്റിക്കൽ ബ്രെയിനാണ് ഭാഷ. ഭാഷയ്ക്കൊരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ കണക്കത്രയും പ്രശ്നമില്ല. കണക്ക് നമ്മൾ പഠിച്ച കണക്ക് പിന്നെയും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. പക്ഷേ ഭാഷ ഒരു 6 മാസം ഉപയോഗിച്ചില്ലെങ്കിൽ അപ്പം തന്നെ ഡിലീറ്റായി പോകും. ഭാഷയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ പണ്ടൊക്കെ ഹിന്ദി പഠിച്ചിരുന്ന, എനിക്ക് 10-60 മാർക്ക് കിട്ടുമായിരുന്നു. അധികം കിട്ടത്തില്ലെങ്കിൽ 60 മാർക്ക് എന്നെ സംബന്ധിച്ചാൽ വലിയ മാർക്കായിരുന്നു എൻ്റെ സാഹചര്യത്തിൽ, 100-ൽ. പക്ഷേ എനിക്കിപ്പോൾ ഹിന്ദി ഞാൻ ഉപയോഗിക്കണില്ല. അത് കാരണം അറിയത്തില്ല. ലത്തീൻ പഠിച്ചതാണ്, ഗ്രീക്ക് പഠിച്ചതാണ്, സംസ്കൃതം പഠിച്ചതാണ്, ഈ ഭാഷയെല്ലാം പഠിച്ചതാണ്. ഓരോ കൊല്ലമാണ് പഠിച്ചെങ്കിലും ആത്മാർത്ഥമായിട്ട് പഠിച്ചില്ലേ പരീക്ഷയ്ക്ക് പഠനത്തിന് വേണ്ടി ഇല്ലെങ്കിൽ മാർക്ക് പോയാൽ അത് പണി കിട്ടും. അത് കാരണം പഠിച്ചിട്ടുള്ള സംഭവമാണിത്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ടില്ല. അത് കാരണം ഞാൻ ഇടയ്ക്ക് റിസർച്ച് നടത്തുമ്പോൾ മാത്രം പഴയ ഗ്രീക്കൊക്കെ നോക്കും, ലത്തീനൊക്കെ നോക്കും. ചില വിഷയം റിസർച്ച് വരുമ്പോൾ മാത്രം നോക്കും. പക്ഷേ അത് കാരണം പതുക്കെ ഫീഡായി പോകും. ഇത് 16 കൊല്ലമാണ് ആ ഭാഷ ഉപയോഗിക്കാത്തത്. വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നില്ല. 16ാമത്തെ കൊല്ലമാണ് എന്തു ചെയ്യണത്? അവർ ഉടമ്പടി ചെയ്യണത്. അതാണ് പ്രശ്നം. 16 കൊല്ലം ഭാഷ ഉപയോഗിക്കുന്നില്ല. 16ാമത്തെ കൊല്ലം അവരെന്താ ചെയ്യണത്? ഉടമ്പടി ചെയ്യുന്നു. എന്നിട്ടാണ് ഈ മൊഡ്യൂൾസിനെല്ലാം ഒറ്റയടിക്ക് കയറി വരണത്, എല്ലാം പാസ്സാകണത്. അതാര് പാസ്സാക്കണതാ? ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ചൊരു ഓർമ്മ വേണം. അത് ഓർമ്മ മതി. ദൈവത്തെക്കുറിച്ചൊരു ഓർമ്മ മതി. ഞാനൊന്ന് ഓർക്കുകയാണ് ചെയ്തത്. അപ്പം എന്ത് ചെയ്യും? ഈ ആൾക്കാരെ പറഞ്ഞ് വിടാനെന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലുകളും പദ്ധതികളുമുണ്ട്. അത് രണ്ടും 2 രീതിയാണ്. നമ്മളത് മെക്കാനിക്കൽ വേയാണ്, മെഷീനറി ടൈപ്പാണ്. ദൈവത്തിൻ്റെത് ഭയങ്കര പവർ സ്റ്റിയറിങ് പോലെയുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ പണ്ടത്തെ ലോറിയൊക്കെ ഓടിക്കണേ എങ്ങനെയാണ്? അത് മെക്കാനിക്കൽ ഡ്രൈവിങ് ആയ കാരണം ഭയങ്കര പാടാണ്. ഒരു പാലമൊക്കെ ഈ 7 കട്ടിലൊക്കെ വളച്ചെടുക്കണമെങ്കിൽ ആ ലോറി ഡ്രൈവറിൻ്റെ 48 മസിലും തെളിയും, വേർക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ പവർ സ്റ്റിയറിങ്ങിൽ
അടിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഒരു വിരൽ കൊണ്ട് ഒരു ഭയങ്കര ഫൈറ്റൺ ലോറിയൊക്കെ ചുമ്മാ തിരിക്കാൻ പറ്റുമോ? മനുഷ്യനൊരു കാര്യം ചെയ്യണതും ദൈവം ചെയ്യണതും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. ഒന്ന് മെക്കാനിക്കൽ, മറ്റത് പവർ സ്റ്റിയറിങ്. കർത്താവിൻ്റെ മോഡുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു 26,000 രൂപ 4,000 രൂപ ധ്യാനം കഴിയുമ്പോൾ തിരിച്ച് വന്നിട്ട് ബാക്കിയുള്ള 1 മണി തൊട്ട് 3 മണി കുത്തിരുന്ന് പരിചയക്കാരെ അടുപ്പമുള്ളവരൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞ് അവരെ മനസ്സിലാക്കി ബോധവൽക്കരിച്ചിട്ട് 2,000-3,000 രൂപ വാങ്ങിച്ച് കൂട്ടാവുന്നതായിരിക്കും. അത് മെക്കാനിക്കൽ വേ ആണ്. മറിച്ച് ദൈവത്തിൻ്റെ വഴി എന്താ? ഒരു മനുഷ്യ ഇവിടെ വന്നപ്പോൾ അമ്മ നേരിട്ട് പറയണേ 24,000 രൂപ അച്ഛനെ കൊടുത്തിട്ട് പോകാൻ പറയണം. ബിജുകുമാർ എന്നോട് പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, അച്ഛൻ അമ്മയെ കാണുന്ന മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നെന്ന്. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. അച്ഛൻ അമ്മയെ കാണുന്ന മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്ന കൊണ്ടാണല്ല എന്നോടത് പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ കാര്യം ആകപ്പാടെ ഒരു പെശകായി വരികയാണ്. ശരിക്കും അമ്മ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് നീ ഇവിടെ കാല് കുത്തിക്കഴിഞ്ഞാൽ നിനക്ക് ബോധം മാത്രം മതി. എന്താ? അമ്മ മണ്ണിലാണ് ഞാൻ കാല് കുത്തിയിരിക്കുന്നത്. എൻ്റെ കാര്യത്തിൽ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ രോഗത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിനെന്തോ കൃത്യമായ തീരുമാനം ഉള്ളത് കൊണ്ടാണ് എന്നെ ഇവിടെ തന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് കൈ അടിച്ചു കർത്താണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, കേട്ട സാക്ഷ്യവും കേട്ട വചനവും തമ്മിൽ വളരെ പൊരുത്തപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് കേട്ട സാക്ഷി, അതായത് നമ്മൾ ഒത്തിരി ആലോചിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ച് ടെൻഷനടിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷേ ഈ വിഷയം ദൈവം ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസിയാണല്ല, ഇത് ഈസിയാണ്. അത് ഈശോ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, എന്നെ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കണ എല്ലാ സഹോദരനും ചിന്തിക്കണം. കർത്താവ് പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞില്ലേ. എന്തിനാ? ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം മധുരമാണ്, ഭാരം ലഘുവ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം മത്തായി 11:28 എൻ്റെ ഭാരം ലഘുവാണ്. അപ്പം ഇത്രയും ഭാരപ്പെടേണ്ട കാര്യമില്ല. പവർ സ്റ്റിയറിങ് ആണെന്ന് അല്ലേ, ലഘുവാണെന്ന്. എൻ്റെ ഭാരം ലഘുവാണെന്ന്. അതായത് നിൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ, നിൻ്റെ വീട് വെക്കാൻ, നിൻ്റെ രോഗം മാറാൻ, നിൻ്റെ കടം പരിഹരിക്കാൻ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്താണ്? നീ എൻ്റെ അടുത്ത് വാ, അത് ഞാൻ ലഘുവാക്കി തരാം. കൈ അടിച്ച് കർത്താണ്. ഓരോ വിഷയത്തെക്കുറിച്ചും ബൈബിൾ എന്താ പറയണത്? ഓരോ വിഷയത്തെക്കുറിച്ചും എന്ത് ചെയ്യണമെന്ന് അവന് മുൻകൂട്ടി നേരത്തെ അറിയാമായിരുന്നു, അല്ലേ? ഞാൻ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഈശോനോട് പറയണ കാര്യം അതാണ്. ഈശോയെ, ഈ വിഷയത്തെക്കുറിച്ച് ഇതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ട് എന്താണെന്ന് നിനക്ക് കൃത്യമായിട്ടറിയാം. അത് വലിയൊരു സംഭവമാണ്. അതാണ് ബോധമെന്ന് പറഞ്ഞത്. ഇപ്പം കഴിഞ്ഞ ഈ നമ്മുടെ പ്രളയകാലമില്ലേ, പ്രളയകാലം മുഴുവൻ ഞാൻ കിടപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ധ്യാനം ഇവിടെ തപസ്സുണ്ടായിരുന്നത് കൊണ്ട് മാത്രമേ ഞാൻ തപസ്സിന് വേണ്ടി നിന്നതാണ്. എൻ്റെ കാലം മുഴുവൻ നീരായിരുന്നു. 2 കാലം എൻ്റെ കാലൊക്കെ പൊക്കി വെച്ച് നടന്നത്. കാലൊക്കെ പൊക്കി വെച്ച് 2-4 തലയിണയൊക്കെ വെച്ചാൽ കിടന്നത്. രാവിലെ നോക്കുമ്പോൾ അല്പം കുറയും. പിന്നെ നിന്ന് കഴിയുമ്പോൾ, എൻ്റെ നിന്നുള്ള പരിപാടിയല്ലേ, നിന്ന് കഴിയുമ്പോൾ പിന്നെയും അതുപോലെ വന്ന് വെറുക്കും. അപ്പോൾ എന്നിട്ട് ഞങ്ങളിവിടെ പുളി ഇല തിളപ്പിച്ച്, എരിക്ക് തിളപ്പിച്ച് കുറേ പരിപാടി കാണിച്ചു. ഓരോ അടുപ്പ് നിൽക്കുന്ന ആൾക്കാർ പറയത്തില്ലേ, അപ്പോൾ അവരൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓരോ പരിപാടി ചെയ്യും. അപ്പോഴും ഞാൻ ഈശോ പറഞ്ഞു, ഈശോ ഇതൊന്നുമല്ല, ഇത് ഞാൻ പറഞ്ഞിട്ട് ചെയ്യണതല്ല, അവർ സ്നേഹം കൊണ്ട് ചെയ്യണതാണ്. ഇതിൻ്റെ കറക്റ്റ് ഷോർട്ട് കട്ട് നിനക്കറിയാം. നിങ്ങളെപ്പോഴും ചെയ്യേണ്ടിയിരിക്കണം അങ്ങനെ. ഓരോ വിഷയത്തെക്കുറിച്ച് നിൻ്റെ മകളെ കെട്ടിക്കാനാണെങ്കിലും നിൻ്റെ ജോലി കിട്ടാനാണെങ്കിലും അതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ട് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നീ ദൈവമായിട്ട് സഞ്ചരിക്കേണ്ടത്. ഞാൻ മൗനമായിട്ട് കാത്തിരിക്കും. കർത്താവേ, ഒരു റൈറ്റ് ഡിസിഷൻ വരാൻ കാത്തിരിക്കും. കാര്യം ഞാൻ അനങ്ങത്തില്ല, ഒരു തീരുമാനം എടുക്കത്തുമില്ല. നീ ഒരു തീരുമാനം എൻ്റെ മനസ്സിൽ ചലിപ്പില്ലാത്ത, അതായത് നമുക്കറിയാമല്ല ചലിപ്പ്. ഇപ്പം നമ്മളെങ്ങനെ ദർശനം പറയണത്? ദർശനം വന്ന 100,000 ദർശനം വരും, അതിനകത്ത് മാനുഷികമായ ദർശനം ഉണ്ടാകും.
ദൈവികമായ ദർശനം ഉണ്ടാവും. മാനുഷികമായ ദർശനമാണോ ഇത്, ദൈവികമായ ദർശനമാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? മാനുഷികമായ ദർശനം വരുമ്പോൾ ഡൈക്കോട്ടമി വരും, അപ്പ് ആൻഡ് ഡൗൺസ് വരും. നമ്മൾ ത്രാസ് കിടക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും. ദൈവിക ദർശനം വന്നാൽ ഒറ്റയടിക്ക് വരും, ചലിക്കത്തില്ല. അപ്പോൾ ഞാൻ ചലിക്കാത്ത ദർശനം മാത്രമേ പറയത്തുള്ളൂ, ചലിക്കണ ദർശനം പറയത്തില്ല. കാര്യം അത് ഹ്യൂമൻ സ്പിരിറ്റ് ആയിരിക്കും. അതുപോലെ എൻ്റെ കാലിൽ ഇങ്ങനെ മന്ത് കെട്ട് നീര് കെട്ടിരിക്കണ്, ഞാനിത് മേജർ ചികിത്സയ്ക്ക് പോകണോ അതോ ഇതിന് നിൻ്റെ കയ്യിൽ ഒരു പരിഹാരം ഉണ്ടോ? നമ്മൾക്ക് മനസ്സിന് ഷാർപ്പ് കിട്ടുന്നവരെ നമ്മൾ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് ഷാർപ്പ് കിട്ടണ പോലെ വരെ ഞാൻ പ്രെയർ ചെയ്ത് പെട്ടെന്ന് തീരുമാനമായി. ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്ത് അന്ന് രാത്രിക്കുള്ളിൽ പ്രളയവും കഴിഞ്ഞ് നീരും പോയി. അതിൻ്റെ അർത്ഥം ഇതുപോലെ ഓരോ വിഷയമുണ്ട്. എല്ലാ കാര്യത്തിനും നിൻ്റെ ജോലി, നിൻ്റെ രോഗം, നിൻ്റെ കടങ്ങൾ, നിൻ്റെ യാത്ര, നിൻ്റെ വീട്, നിൻ്റെ സ്ഥലം, നിൻ്റെ കേസ്, എല്ലാത്തിനും കർത്താവിന് ഒരു തീരുമാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നീ ഓർക്കണം. എന്നിട്ട് നമ്മൾ ആരോടൊന്നും മിണ്ടത്തില്ല. എന്താ ഈ നാട്ടുകാരോടൊക്കെ മിണ്ടിട്ട് എന്നെ കാണിക്കാനാ? ദൈവത്തോട് മാത്രമേ മിണ്ടാത്തുള്ളൂ. എന്നിട്ട് അവൻ്റെ തീരുമാനം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അത് പ്രാർത്ഥനാ കാലമാണ്. കർത്താവിൻ്റെ തീരുമാനം വരണവരെ പ്രാർത്ഥനാ കാലമാണ്. ഇനി ചിലപ്പോൾ നീ വഴി തന്നെ ആ തീരുമാനം വരും, അല്ലെങ്കിൽ ദൈവം വേറെ ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കിച്ചിരിക്കും. കാര്യം ദൈവം എന്താ? തീരുമാനത്തിൻ്റെ ആളാണ് എല്ലാത്തിൻ്റെയും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കും ഈ ശുശ്രൂഷയിലെ വിദൂരങ്ങളിലിരുന്ന് പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും കർത്താവേ, അവരുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഓ ദിവ്യകാരുണ്യമേ നിന്റെ മനസ്സിലുണ്ട്. നിന്റെ മനസ്സിലുള്ള തീരുമാനം വെളിവാക്കണമേ. അങ്ങനെ മക്കളെ ഹൃദയഭാരത്തിൽ നിന്ന് വിടുവിക്കണമേ. നിങ്ങൾ അധ്വാനിക്കാത്ത ഓഹരിയിൽ ഞാൻ നിങ്ങളെ അവകാശികളാക്കുമെന്നൊരു വചനമില്ലേ? ഇല്ലേ? നിങ്ങൾ അധ്വാനിക്കാത്ത ഓഹരിയിൽ ഞാൻ നിങ്ങളെ അവകാശികളാക്കും. ജോഷുവയുടെ വചനമാണ് 24:13. അപ്പോൾ നിങ്ങൾ ഓർക്കും കൈ കെട്ടിയിരുന്നാൽ മതി മടിയന്മാരുടെ വചനമാണെന്ന്. അല്ല, ചില കാര്യങ്ങൾ നമ്മൾ അധ്വാനിച്ചാൽ നമ്മുടെ അധ്വാനത്തിൻ്റെ അപ്പുറത്തായിരിക്കും ആ സംഭവം, അല്ലേ? ഇപ്പം നിനക്ക് ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, അത് പിടിച്ചു വെച്ചായിരുന്നു, പറഞ്ഞൊന്നും അറിയത്തില്ല. 10 ലക്ഷം രൂപയുടെ കടം. അത് പറഞ്ഞില്ലല്ലോ അല്ലേ? അത് പറയാൻ അത് കുറേ സാക്ഷ്യം അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ പാവപ്പെട്ടവരാണ്, 10 ലക്ഷം രൂപയുടെ കടം. ഉടമ്പടി ചെയ്തപ്പോൾ പിറ്റേ ദിവസം 5 ലക്ഷം രൂപയുടെ കടം വീടി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സാക്ഷ്യം പറയിപ്പിച്ചില്ല, അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എഡ്വേർഡ് എന്നോട് ചോദിച്ചു എന്താണ് ആ സാക്ഷ്യം പറയിപ്പിക്കാത്തത്? ഞാൻ പറഞ്ഞു മാതാവിനോട് പറ 5 ലക്ഷം കൂടി തരാൻ പറയാമെന്ന്. എന്താ കാര്യം? 5 ലക്ഷം കൂടി വേണ്ട ഇനി, അതുകൊണ്ട് സാക്ഷ്യം പിടിപ്പിച്ചു വെച്ചു. ഞാൻ പറഞ്ഞു 10 ലക്ഷം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ സാക്ഷ്യം പറയിപ്പിക്കും. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ സന്തോഷം തോന്നി. എന്താ? ഉടമ്പടി ചെയ്തപ്പോൾ ചിലപ്പോൾ 5000 രൂപ പോലും എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. 5 ലക്ഷം കൊണ്ട് കാര്യങ്ങൾ നടന്നില്ലേ? അത്രയും പിടിച്ചു നിൽക്കാൻ ഒത്തില്ലേ? അല്ലേ? അത്രയും പിടിച്ചു നിൽക്കാൻ ഒത്തില്ലേ? വലിയൊരു സംഭവമാണത്. പക്ഷെ അത് പറയിപ്പിച്ചില്ല. ആ കടം മൊത്തം കഴിയും. എൻ്റെ മനസ്സ് പറയണത് എത്രയും വേഗം മാതാവ് ടേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ? ആ വിഷയം ടേക്കപ്പ് ചെയ്തില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഉടനെ ആ സംഭവം പതുക്കെ ബാക്കിയുള്ളതെല്ലാം കൂടി നടക്കുമെന്നാണ്. അപ്പം നടന്നു കഴിയുമ്പോൾ നമ്മൾ ആ സാക്ഷ്യം പറയിപ്പിക്കും. ഇങ്ങനെ കുറേ സാക്ഷ്യം പിടിച്ചു വെച്ചിട്ടുണ്ട്. രോഗമായാലും അത് പിടിച്ചു വെക്കും. എന്നുവെച്ചാൽ അത് പ്രോസസ്സിലുള്ള നമുക്കറിയാൻ പറ്റും. അത് പ്രോസസ്സിലിരിക്കുന്നതാണ്. ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യണമെങ്കിൽ ആ രോഗം പൂർണ്ണമായി ചിലപ്പോൾ സുഖപ്പെടും. ആ ആൾക്കാർ പ്രെയർ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. കാര്യം ഇത് മറ്റിടം പോലെയല്ല. അമ്മ നേരിട്ടിറങ്ങി കലക്കണ സിലോഹക്കുളമാണ്. സിലോഹക്കുളം കലക്കാവുന്ന നേരത്തെ ആ മനുഷ്യൻ എന്താ പറഞ്ഞത് കർത്താവിനോട്? വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക്
ആരുമില്ലെന്ന് പറഞ്ഞ്. അത് കർത്താവ് കേട്ട് പറഞ്ഞു, ഇതൊരു പ്രശ്നമാണല്ലോ, എപ്പോഴും വന്ന് എനിക്ക് ഇളക്കാൻ പറ്റുമോ? ഒരു പണി ചെയ്യ്, എൻ്റെ അമ്മയെ തരാം. എല്ലാവരുടെ ശിലോഹക്കുളങ്ങൾ ഇളക്കാൻ വേണ്ടി, ബിഹോൾഡ് യുവർ മദർ, ഇതാ എൻ്റെ അമ്മ. കൈയിട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും, ഏറ്റു പറഞ്ഞേ, നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ 10 ലക്ഷം രൂപയില്ലേ, അത് അവരെങ്ങനെ അധ്വാനിച്ചാലും അവർക്കത് കിട്ടത്തില്ല. അപ്പം പിന്നെ മരണ ജീവിതകാലം മുഴുവനും 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവർ വിഷമിച്ചിട്ട് അവരുടെ അധ്വാനത്തിനെയും, അതായത് അവിടെ കഴിവില്ല, അതാണ് സംഭവം. ഇപ്പം ഇത് എത്രയാണ്? ജോഷുവ എത്രയാണിത്? 24:13. ആ വചനം മറന്നു പോകരുത്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണവും ഞാൻ നിങ്ങൾക്ക് തരും. ഈ ഉടമ്പടിയിലൂടെ ഇപ്പൊ വാഗ്ദാനം പാലിച്ചിരിക്കണ അതാ. അല്ലെങ്കിൽ 24 ലക്ഷം രൂപ ഏജൻസി അവിടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുന്ന് പറഞ്ഞ എന്താണ്? അധ്വാനിച്ചതാണോ? നിങ്ങൾ ആ സാക്ഷ്യം കേട്ടതല്ലേ? വസ്തുതയിൽ ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഒരു 5 ലക്ഷം രൂപയൊക്കെ ഇടണമെന്ന്, 24 ലക്ഷം രൂപയൊക്കെ ഏജൻസി കൊണ്ടുവന്ന് ഇവിടെ അക്കൗണ്ട് ഇട്ടിട്ട് ഇവർക്ക് ജോലി സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്താ? കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അപ്പം നിങ്ങൾ ഇത് വചനം കേട്ടപ്പോൾ നിങ്ങൾ തോന്നി, ഓ ഇതൊക്കെ നടക്കാൻ പോകണമെന്ന്. ഇന്നത്തെ കാലത്തൊക്കെ നടക്കാൻ പോകണം. നമ്മൾ നടന്നതല്ലേ കേട്ടത്. കൃപാസനത്തിൽ എന്താ സംഭവിക്കണത്? നമ്മൾ കേട്ടതിന് ശേഷമാണ്, ആ സംഭവം കണ്ടതിന് ശേഷമാണ് നമ്മൾ വചനം കേൾക്കണത്, അല്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിനക്ക് തരും. ഇപ്പോഴാരാ തന്നിരിക്കണത്? പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈശോ ഇതെല്ലാം നമുക്ക് തരാൻ വേണ്ടി, ഇല്ലേ? നമ്മളെന്താ ചെയ്തിരിക്കണത്? നമ്മളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കണം. പക്ഷേ ഇനി കർത്താവ് വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കണേ? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. അതാണ് പ്രശ്നം. അതായത് വചനം വളരെ ശ്രദ്ധയോടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കണത്. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാണ്. ദൈവം പഠിപ്പിക്കണ പുസ്തകമാണ് ഇത്, അല്ലേ? ഇപ്പൊ യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ദൈവം എന്താ പഠിപ്പിക്കണ? ദൈവമാണല്ലോ നമ്മളെ പഠിപ്പിക്കണ്ടേ. ദൈവം എന്താ പഠിപ്പിക്കേണ്ടത്? നിങ്ങളെ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണ്ട, അല്ലേ? 6:27 യോഹന്നാൻ 6:27 എന്ന് പറഞ്ഞ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പൊ 6:27 അല്ലേ അത്? അപ്പൊ നമ്മൾ അധ്വാനിക്കേണ്ടതും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടിയാണ്, ആത്മാവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. എന്താ കാര്യം? ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന, അല്ലേ? 6:33 യോഹന്നാൻ 6:33 എന്താ പറയണത്? ആദ്യം ദൈവരാജ്യത്തെയും എന്ന് പറഞ്ഞ്, ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. അപ്പൊ ഈ അന്വേഷണം തന്നെ, ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷണം, അതിന് നീതിയെക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടിയുള്ള അധ്വാനവും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ വഴികൾ, ആത്മാവിൻ്റെ കാരണങ്ങൾ, ഇതെല്ലാം അന്വേഷിച്ച് കഴിയുമ്പോഴെന്താ? നീ അധ്വാനിക്കാത്തത് ഞാൻ നിനക്ക് അവകാശമാക്കുമെന്ന്. അപ്പോൾ ഉടമ്പടി ഇത്രയും
ഈ നമ്മുടെ നാട്ടുകാരുടെ ഭാഷ പറഞ്ഞ ഇത്രയും ഹിറ്റാകാൻ കാര്യം എന്താ? ഉടമ്പടി ഒരു ആത്മാവിൻ്റെ അധ്വാനമാണ്. എന്താണ്? ആദ്യം നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുക. 6:33 അനുസരിച്ചുകൊണ്ട് ആദ്യം നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കും. നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല, മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കും. അതാണ് ആ പച്ച പേപ്പർ മുഴുവനും. പച്ച പേപ്പർ എന്താ? ഏറ്റവും ഉടമ്പടി ഏറ്റവും സീരിയസ് എന്താ? പച്ച പേപ്പറാ, വെള്ള പേപ്പറല്ല. അത് ഏൽപ്പിച്ച് നമ്മൾ അതിനിവിടെ നിങ്ങൾ കൊണ്ടുപോയിരിക്കണതാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കണത്. ഇവിടെ ഇട്ടിരിക്കണതല്ല. ഇവിടെ ഇട്ടിരിക്കണതല്ല. ഇവിടെ ഇട്ടിരിക്കണത് എന്താണ്? വെള്ള പേപ്പറായിട്ടിരിക്കണത്. നിങ്ങൾ കൊണ്ടുപോയിരിക്കണത് എന്താണ്? പച്ച പേപ്പർ. അതെന്താണത്? അത് നിത്യജീവന് വേണ്ടി ഒരു അധ്വാനമാണ് കൊണ്ടുപോയിരിക്കണത്. അധ്വാനം എന്താണ് പറയണത്? നിത്യജീവന് വേണ്ടി അധ്വാനം. നമ്മൾ ആദ്യം ചെയ്യണത് എന്താണ്? 50 പത്രം മേടിച്ചിട്ട് കർത്താവിനെ അറിയാത്തവരെ നമ്മൾ അറിയിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ പത്രം മേടിച്ച് അങ്ങനെ തന്നെ കൊണ്ടുപോയി പള്ളി വെച്ചിട്ടുണ്ട്. അവരുടെ കാര്യം അങ്ങനെ തന്നെ കെട്ടുകെട്ടായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ പള്ളിയിൽ പത്രം മേടിച്ചിട്ട് 50 പത്രമൊക്കെ മേടിച്ചിട്ട് അങ്ങനെ തന്നെ കൊണ്ട്, ഞാൻ കണ്ണമാലി പള്ളി ചെല്ലുമ്പോൾ അവിടെ ഒരു 3 കെട്ട് പത്രം ഇരിക്കണം. അപ്പോൾ അതിനെ എഡ്വേഡിനോട് പറഞ്ഞു, എഡ്വേഡ് അത് പത്രം എടുത്ത് വിതരണം ചെയ്യാൻ പറഞ്ഞു. എന്താ കാര്യം? അത് കടമല്ലേ ശരിക്കും. നമ്മളെന്തിനാണ് കൊടുക്കണത്? നമ്മൾ കർത്താവിനെ അറിയാത്തവരെ അറിയണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തും. അതിനെന്ത് ചെയ്യണം? നമ്മൾ തന്നെ നിന്ന് വിതരണം ചെയ്യും. എങ്ങനെ വിതരണം ചെയ്യും? ഇത് തീർന്നില്ലല്ല എന്നല്ല പറഞ്ഞത്. കർത്താവേ, ഇത് കേൾക്കണം, ഒരു പത്രമാണ് ഞാൻ കൊടുക്കണത്, ഇത് വായിക്കണ 10 പേര് കർത്താവിനെ അറിയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. അതാണ് നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടിയുള്ള അധ്വാനം എന്ന് പറയുന്നത്. നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനം എന്നാണ്. ഞാൻ കർത്താവിനോട് ആദ്യമേ പറഞ്ഞത്, കർത്താവെ എന്നെ ഒരു മിഷണറി ആക്കണമെന്ന് പറഞ്ഞതാണ്. അന്ന് ഉടമ്പടിയില്ല, കൃപാസനവും. എന്നാലും ഞാൻ ഉടുപ്പ് മാറിയായിരുന്നു ആദ്യമേ തന്നെ. 87 അച്ഛനായി, 85 അച്ഛനായി, 87 ഉടുപ്പ് മാറി. എല്ലാവരും എന്നോട് ചോദിച്ചത് എന്താണ് ഉടുപ്പ് മാറിയെന്ന്. അപ്പോൾ ഒരു സായിപ്പ് വന്നപ്പോൾ ബിഷപ്പ് പീറ്റർ പിതാവിനോട് സായിപ്പ് ചോദിച്ച് വൈ ഹീസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഹീസ് അനദർ കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞു പിതാവ് പറഞ്ഞത്. പീറ്റർ പിതാവ് ഇങ്ങനെ വേറൊരു സഭക്കാരനാണെന്ന് പിതാവ് തമാശായിട്ട് പറഞ്ഞതാ. പക്ഷെ പിതാവ് അത് അക്സെപ്റ്റ് ചെയ്ത്. കാര്യം അന്ന് പിതാവിന് അത്രയും വ്യക്തമല്ല. ഞാൻ അന്ന് ഒരു കുഞ്ഞച്ചനാണ്. പെട്ടെന്ന് ഈ ഡ്രസ്സ് രൂപതയിൽ ഒരു അനുവാദമില്ലാതെ പെട്ടെന്ന് മാറിയ പിതാവിനെ സംബന്ധിച്ചുള്ള ഒരു ആക്ഷൻ എടുക്കാൻ വരുന്നിരിക്കും. ആക്ഷൻ എടുത്തില്ല. കാര്യം അമ്മയല്ലേ കൂടെ നിൽക്കണത്. അമ്മ അത് പിതാവിനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഹീസ് അനദർ കോൺഗ്രിഗേഷൻ. അതിൻ്റെ അർത്ഥം എന്താ? അവൻ മിഷണറി ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നമ്മൾ അന്ന് മുതലേ മിഷണറിയാണ് ശരിക്കും. അല്ല, കൃപാസം തുടങ്ങിയപ്പോൾ മിഷണറി ആയതല്ല. എനിക്ക് ആദ്യം അറിയാമായിരുന്നു കർത്താവ് അറിയാത്തവരെ ഈശ്വരനെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്ന്. നമ്മുടെ മനസ്സിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മാത്രമേ ഉള്ളൂ. ആ രക്തം ഈ ഭൂമി വീണത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിച്ചോ? നിങ്ങൾ ആദ്യം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഈ ഭൂമി വീണതിന് കർത്താവ് എന്നെക്കൊണ്ട് ഇതെങ്കിലും ചെയ്യാൻ നീ അനുവദിച്ചല്ല എന്ന് ഓർത്തിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പ്രവർത്തനം ചെയ്ത് നോക്കിക്കേ. അപ്പോൾ ഇവരെന്ത് ദൈവം ആരാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങളെന്താ ചെയ്യണം? ഇനി 3 ദിവസത്തെ പത്രം മേടിക്കണം, ഇത് കൊടുത്തിട്ട് ഇനി അച്ഛനെ കാണാൻ പറ്റുമോ? അദ്ദേഹത്തിന് അറിയാം, കണ്ടെങ്കിൽ മതിയായി. ഇതും പറഞ്ഞിട്ടിരുന്നാൽ പടിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിൽ മാറ്റുകയാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് വരും വീട്ടിലെ. നിനക്ക് കർത്താവിനെ നീ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. കർത്താവ് ജോസഫത്തെ എൻ്റെ മനസ്സിലില്ല, കൃപാസനം എൻ്റെ മനസ്സിലില്ല. ഇത് എനിക്കെൻ്റെ മനസ്സിലുള്ളത് എന്താണ്? നീയാണ് എൻ്റെ മനസ്സിലുള്ളത്. നിന്നെ അറിയാത്തവർ അറിയണം ഞാൻ വഴി നീ അറിയാത്തവരെ അറിഞ്ഞവരെ നിന്നിൽ ആഴപ്പെടണം എന്ന് പറഞ്ഞ് നീ ദൈവത്തെ ഒന്ന് സ്നേഹിച്ച് നോക്കിക്കേ. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ ഉടമ്പടി ഇത്തിരി കട്ടിയാണ്. ഇതൊക്കെ ഈ കർത്താവിനോട് പത്രോസ് പറഞ്ഞില്ലേ, ഇത് ഇത്തിരി ദുർഗ്രഹമാണ്, ഇത് ആർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയും എന്ന് ചോദിച്ചപ്പോഴേ കർത്താവ് എന്താ ചോദിച്ചത്? പത്രോസിനോട് പറഞ്ഞത് എല്ലാവരും പറഞ്ഞു, കർത്താവേ നിന്റെ വാക്കുകൾ ദുർഗ്രഹമാണ്, ഇത് ആർക്ക് ഗ്രഹിക്കാൻ കഴിയും എന്ന് ചോദിച്ച്
ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വിട്ടും പോയി. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾക്കും പോണമെന്നുണ്ടോ? അതാണ് പ്രശ്നം. നിങ്ങൾക്കും പോണമെന്നുണ്ടോ? പോണമെങ്കിൽ പോയിക്കോ. പക്ഷെ അതിൻ്റെ പേരിൽ ഉടമ്പടി വെള്ളമൊന്നും ചേർക്കത്തില്ല. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം, അതിൻ്റെ കൃപയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങളെവിടെ പോകും? ഞങ്ങളെവിടെ? പത്രോസ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളെവിടെ പോകാനാണ് ഈ പറയണത്? എന്താ ഞങ്ങൾ പോകാത്തത്? ഒന്നും തന്നില്ലെങ്കിലും പോകത്തില്ല, കുരിശ് തൂങ്ങിയാലും പോകത്തില്ല, കുരിശ് മറച്ചിട്ടാലും പോകത്തില്ല. കാര്യം എന്താണ്? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ. ഞങ്ങൾ നിന്നെ അന്വേഷിക്കണത് മകളെ കെട്ടിക്കാനല്ല, ഞങ്ങൾ നിന്നെ അന്വേഷിക്കണത് വീടുവെക്കാനല്ല, ഞങ്ങൾ നിന്നെ അന്വേഷിക്കണത് കടം മാറ്റാനല്ല. പിന്നെ എന്തിനാണ്? നശ്വരമായ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കാതെ നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടി അന്വേഷിക്കാൻ മനുഷ്യപുത്രൻ നൽകും. പിതാവായ ദൈവം എന്നിലെ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നു. കൈ അടിച്ചു കിടത്താണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ലൈഫ് ഈസ് വെരി സിമ്പിൾ, വളരെ ലളിതമാണ്. നീ ഇത്രയും ഹൃദയഭാരം അനുഭവിക്കേണ്ട ഒരു കഥയുമില്ല. ഒന്നാമത്തെ കാര്യം എന്താണ്? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. അതല്ലേ ഒരു വചനമുള്ളത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഇത്രയേറെ ആൾക്കാർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ 5 അപ്പം മാത്രമേ ഉള്ളൂ എന്ന് അന്ത്രോസ് പറയുമ്പോൾ, അപ്പോസ്തലന്മാർ പറയുമ്പോൾ വചനം എന്താ പറയണത്? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നിൻ്റെ ജീവിതത്തിൻ്റെ നിനക്ക് താങ്ങാനാവാത്ത, നിൻ്റെ ബുദ്ധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ, നിൻ്റെ ശേഷിക്ക് അപ്പുറമുള്ള നിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ എന്ത് ചെയ്യണമെന്ന് ആർക്കറിയാം? ഈശോയ്ക്കറിയാം, അല്ലേ? ഈശോനെ കൊണ്ട് അത് ചെയ്യിക്കണതാണ് നമ്മുടെ ഒരു ജ്ഞാനമെന്ന് പറയണത്. ഈശോയെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടി ബോധപൂർവം അധ്വാനിക്കണം. അപ്പം ഇനി എന്ത് ചെയ്യണം? ഇനിയെല്ലാം നിത്യജീവൻ. അപ്പം നിൻ്റെ ഉടമ്പടി കാലമെന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ്. അത് വാക്കിലുണ്ട്, പ്രവൃത്തിയിലുണ്ട്. വാക്കിലുമുണ്ട്, പ്രവൃത്തിയിലുമുണ്ട്. അങ്ങനെ അധ്വാനിച്ച് വരുമ്പോൾ നിൻ്റെ ഇടയ്ക്ക് ദൈവം കൂടുതൽ നിൻ്റെ സിൻസിയറിറ്റി, ദൈവം എപ്പോഴും ആത്മാർത്ഥത അളക്കണത് എങ്ങനെയാണെന്നറിയാവോ? ആത്മാർത്ഥത അളക്കണത് എങ്ങനെയാണ്? അത് നിങ്ങളറിയണം. അതായത് എപ്പോഴും നിങ്ങൾക്കറിയാവില്ല, ബൈബിള് തുടങ്ങിയ കാലം മുതൽ പേയ്മെൻറ്റാണ്. ബൈബിള് തുടങ്ങിയ കാലം മുതൽ എപ്പോഴും അളവും തൂക്കുക. അതിൽ നിന്നൊന്നും നമുക്ക് ഒഴിവ് കഴിവില്ല. ആദം പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ മരണതുല്യം സ്നേഹിക്കണം, എൻ്റെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കണം. അവായും പറഞ്ഞ്, അപ്പനല്ലാതെ എന്താ ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ്, അതൊക്കെ നിൻ്റെ ഡയലോഗാണ്, അതൊക്കെ ഞാൻ പറയും, അതിനൊരു തീരുമാനം. ഹവായും അപ്പനോട് ഭയങ്കര സ്നേഹം, ആദത്തിനും അപ്പനോട് ഭയങ്കര സ്നേഹം. പക്ഷെ അപ്പൻ ഇതൊന്നും വിശ്വസിക്കത്തില്ല. അപ്പം പറയും, ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഒരു പരീക്ഷ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മാർക്ക് നോക്കിയിട്ട് വിശ്വസിക്കാമെന്ന് പറയും. അവിടെ വെച്ചാണ് പരീക്ഷണം തുടങ്ങണത്, അല്ലേ? തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. ഞങ്ങൾ ജന്മജീവിത ഭക്ഷിക്കത്തില്ല, അതൊക്കെ പിന്നെ പറയാമെന്ന് പറയും. അപ്പോൾ ഓരോ സാഹചര്യത്തിൽ ദൈവത്തെയാണോ നമ്മൾ സ്വീകരിക്കണത്, അത് ആ സാത്താനെയാണ് സ്വീകരിക്കണമെന്നറിയാൻ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പലതരത്തിലുള്ള പരീക്ഷണങ്ങളും വരും. ഈ പരീക്ഷണങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു. നിൽക്കുക ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ നിന്നാലും ദൈവം താഴെയിടും. കാര്യം ഒരിക്കലും ജയിച്ച ആരും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈശോയുടെ പ്രലോഭനങ്ങളെ ഓർക്കുമ്പോൾ ഈശോയോടുള്ള എനിക്കുള്ളൊരു ബഹുമാനം എന്ന് പറയുന്നത്, ആരെങ്കിലും അപ്പൻ്റെ അടുത്ത് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശോ മാത്രമാണ്. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ,
ആത്മാവ് അവനെ മരുഭൂമിയിലോട്ട് കൂട്ടിക്കൊണ്ട് പോയെന്നാണ്. അപ്പം അവൻ മരുഭൂമിയിൽ പിശാച് വരും പ്രലോഭിക്കുമ്പോഴും ആത്മാവ് അവൻ്റെ കൂടെ നിൽക്കണുണ്ട്. 4:2 ആത്മാവ്, ലൂക്കായുടെ സുവിശേഷം, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് അത്രയും ആത്മാവ്, അത്രയും ഈശ്വരനുള്ള പോലെ തന്നെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിലും നമ്മൾ അതുപോലെ ആത്മാവിന് അതിൻ്റെ ഫുൾ സ്വിങ്ങായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം നമ്മൾ പരിമിതമാക്കി കൊടുക്കും. ഇപ്പോൾ കണ്ണുണ്ടല്ല, കണ്ണ് ഈ വെളിച്ചത്തോട് എന്തുമാത്രം റിസപ്റ്റിവിറ്റി ഉണ്ടെന്നറിയുന്ന അനുസരിച്ചുകൊണ്ട് ഇതിൻ്റെ കോർണിയ, നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് ചുരുങ്ങിയും വികസിച്ചൊക്കെ ഇരിക്കത്തില്ലേ. ചില ആൾക്കാർക്ക് വളരെ അകലെയുള്ള കാഴ്ച കാണാൻ പറ്റും, ചില ആൾക്കാർക്ക് അടുത്തുള്ള കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് ചില സമയത്ത് ചില സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കൃപ നമ്മൾ തെറ്റായി ജീവിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയും. അപ്പം അങ്ങനെ ഒരു പരാധീനതയുള്ള കൊണ്ട് ഈശോ വിജയിച്ച പോലെ നമുക്ക് ഫുൾ സ്വിങ്ങായിട്ട് വിജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമുക്ക് പരിശ്രമിക്കാമെന്നേ പറയത്തുള്ളൂ. എന്താ കാര്യം? പക്ഷേ എന്താ കാര്യം എന്നറിയാമോ? ഈശോയ്ക്ക് വിജയിക്കണം, പക്ഷെ നമ്മൾക്ക് പരിശ്രമിച്ചാൽ മതി. എന്താ കാര്യം? നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിലുള്ള ആത്മാർത്ഥതയാണ് ദൈവം കണക്കാക്കുന്നത്. അത് നീ ഓർക്കണം. അല്ലാതെ അതുകൊണ്ടാണ് പൗലോസ് പറയണം, ഞങ്ങൾ വിജയിച്ചവരായി കാണപ്പെടണമെന്ന് നിർബന്ധമില്ല, എന്നാലും നിങ്ങൾ വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പം അങ്ങനെയാണ് അതിൻ്റെ വിഷയമത. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കാനോ ദൈവത്തിന് സാക്ഷിയാകാനോ ദൈവത്തിൻ്റെ അറിവ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പക്ഷേ നിങ്ങൾ പരാജയപ്പെട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതൊന്നും നമുക്ക് പറ്റത്തില്ല, ഇതൊന്നും നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദൈവിക കാര്യം ഇട്ട് കളയരുത്. കാര്യം പരാജയപ്പെടുന്നതല്ല ദൈവം കൗണ്ട് ചെയ്യണത്, പരിശ്രമമാണ് ദൈവം കൗണ്ട് ചെയ്യണത്. ഈ ഉടമ്പടി കാലത്ത് നീ പരിശ്രമിക്കണം, വിശുദ്ധി വളരാൻ പരിശ്രമിക്കണം, സ്നേഹത്തിൻ്റെ സാക്ഷിയാകാൻ പരിശ്രമിക്കണം, കർത്താവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നിൻ്റെ പരിശ്രമമാണ് ദൈവം കണക്കാക്കുന്നത്. അങ്ങനെ ദൈവം നിന്നെ പരിശ്രമം കണക്കാക്കി ദൈവത്തിൻ്റെ പൈതലാണ് നീ എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. ഒന്നാമത് നിൻ്റെ ബോധം മാറ്റും. എന്താ കാര്യം? നീ ഇപ്പം ബോധത്തിൻ്റെ ലക്ഷ്യം വെച്ചിരിക്കണത് എന്താണ്? ചില ആൾക്കാർ പറയുമോ, എൻ്റെ അച്ഛാ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമായി, ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായി, ആ മകൾക്കൊരു കുഞ്ഞുണ്ടായ സമാധാനമായി, മാതാവേ ഇനി പറയും എൻ്റെ അടക്കം കഴിഞ്ഞാൽ സമാധാനമായി. ഇങ്ങനെ ഓരോരുത്തരും സമാധാനം ഉണ്ടാകാൻ ഓരോ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്യം അവസാനം വരെ നടക്കും. ദൈവത്തിന് മുമ്പിൽ എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സമാധാനമാകുന്നത്? കർത്താവേ, അതായത് ദൈവത്തിൻ്റെ പൈതലാണ് നീ എന്ന് ദൈവത്തിന് ബോധ്യം ഉണ്ടായ സമാധാനമായി. എന്താ കാര്യം? ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളും. ദൈവത്തിൻ്റെ പൈതലാണ് നീ എന്ന് ദൈവത്തിനൊരു ബോധ്യം കിട്ടിയ സമാധാനമായി. അതിനു വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഉടമ്പടി 6 കാര്യങ്ങൾ പാലിച്ച് ആത്മാർത്ഥതയോടെയാണ് പാലിക്കണമെന്നുണ്ടെങ്കിൽ സമാധാനമായി. എന്താണ്? നീ ദൈവപൈതലാവും. കാര്യം എന്താ? അതിൻ്റെ വിശുദ്ധീകരണമുണ്ട്, അതിൻ്റെ സാക്ഷീകരണമുണ്ട്, അതിൻ്റെ പ്രാർത്ഥനയുണ്ട്, വചനത്തിന് വചനമനുസരിച്ചുള്ള കാരുണ്യപ്രവൃത്തിയുണ്ട്, പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, എന്തെല്ലാമാ. ഒരു ഒറ്റ മാസം കൊണ്ട് ഒരു വിശ്വാസിനെ വേദസാക്ഷിയാക്കി കളയും ഉടമ്പടി. നമ്മൾ വേറെ പ്രാർത്ഥനകൾ കൂടുന്ന പോലെ അല്ല, ഇതെല്ലാം അച്ചിട്ടതുപോലെ സമ്പൂർണ്ണ ബൈബിളിലെ 4000 കൊല്ലമെടുത്ത് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു മനുഷ്യ ശിശു എങ്ങനെയാണ് ദൈവശിശുവായിട്ട് സ്വകരാജ്യത്തിൻ്റെ സാക്ഷിയാക്കി മാറുന്നത് കംപ്രൈസ് ചെയ്ത് ക്യാപ്സ്യൂൾ വെച്ചിരിക്കുകയാണ്. ഉടമ്പടി ഒരു ക്യാപ്സ്യൂൾ പ്രാർത്ഥനയാണ്. ഒരു ക്യാപ്സ്യൂൾ കഴിച്ചാൽ മതി, ഓക്കെ ആവും. എന്താ കാര്യം? അവൻ സാക്ഷിയായിരിക്കും, അവൾ ബോധപൂർവം കർത്താവിൻ്റെ കർമ്മസാക്ഷിയായിരിക്കും, പ്രേക്ഷിതയായിരിക്കും, പ്രേക്ഷിതനായി മാറും, സുവിശേഷത്തിന് സാക്ഷിയായി ആത്മാക്കളെ വീണ്ടെടുക്കും, സ്വയം വിശുദ്ധീകരിക്കപ്പെടും, സമൂഹത്തെ ശക്തീകരിക്കപ്പെടും, ലോകത്തിന് മുമ്പ് കർത്താവിൻ്റെ പ്രേക്ഷിതനായി മാറുമ്പോൾ പിന്നെ എന്താ ബാക്കിയുള്ളത്? എൻ്റെ മക്കളെ, ഉടമ്പടി കാലത്ത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പറയണം, അവൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആളാണ്.
ഉടമ്പടി കാലത്ത് നിങ്ങൾ ദൈവം കണ്ടുപറഞ്ഞ എൻ്റെ അപ്പൻ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആളാണ് എന്ന് മക്കൾ പറഞ്ഞാൽ പിന്നെ ദൈവം പറയും. നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ മക്കൾ പറയണേ അമ്മ ഉടമ്പടി ചെയ്ത്, അമ്മ ഉടമ്പടി ചെയ്യണതും കാണ്ടാമൃഗം ഉടമ്പടി ചെയ്യണതും ഒരുപോലെ ഇരിക്കും എന്ന് പറയും. എന്നാൽ പിന്നെ പണിയാവും. ആദ്യം നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന മകനാണെന്ന് ദൈവം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിൻ്റെ ഭർത്താവ് പറയണം. നീ ഉടമ്പടി ചെയ്തിരിക്കുന്ന മകനാണെന്ന് ദൈവം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിൻ്റെ മകൻ പറയണം, അല്ലെങ്കിൽ ജീവിത പങ്കാളി പറയണം. അവരാദ്യം പറഞ്ഞു വരട്ടെ. അവർ പറഞ്ഞു വരുമ്പോഴേ അവസാനം ദൈവം പറയും അവൾ ഉടമ്പടി ചെയ്താണെന്ന് പറയും. അവൾ ഉടമ്പടി ചെയ്താണെന്ന് ദൈവം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾ പ്രേക്ഷിതയാണെന്നാണ്. അവൻ ഉടമ്പടി ചെയ്താണെന്ന് ദൈവം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ദൈവത്തിൻ്റെ പ്രേക്ഷിതനാണ്, കർത്താവിൻ്റെ കാരുണ്യപ്രവൃത്തി ചെയ്തതാണെന്ന് പറയും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹീത വരുവിൻ, എന്താ ലോകാരംഭിക്കുന്ന രാജ്യം കൈവശമാക്കാൻ ദൈവരാജ്യത്തിന് അവകാശിയായി മാറുകയാണ്. ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ എന്താക്കി മാറ്റും? ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമാക്കി മാറ്റും. ദൈവരാജ്യത്തിന് അവകാശികളാകുന്ന മുമ്പ് നമ്മൾ എന്തായി മാറും? ജ്ഞാനസ്ഥാനം കൂദാശ എന്താണ്? നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും മോക്ഷരാജ്യത്തിന് അവകാശികളുമാക്കുന്നാണെങ്കിൽ കാരുണ്യ പ്രവൃത്തി ഉടമ്പടിയുടേത് നമ്മളെ മോക്ഷരാജ്യത്തിന് അവകാശമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ അത് ദൈവത്തിൻ്റെ മകളാക്കി മാറ്റും, മകനാക്കി മാറ്റും. നമ്മളെ ദൈവത്തിൻ്റെ മകനാക്കി മാറ്റി കർമ്മസാക്ഷിയാക്കി പ്രേക്ഷിതയാക്കി മോക്ഷരാജ്യത്തെ അവകാശികളാക്കി മാറ്റുന്ന ഭൂമിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നിങ്ങളെന്നുള്ള ബോധം ഉണ്ടാകണം. ശ്രുതിയുടെ ഹല്ലേലൂയ. ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ മാർഗമില്ലാത്തവരെ ജീവിക്കാൻ മാർഗമില്ലാത്തവരെ കർത്താവേ ഭവനേ
തടസ്സമുള്ളവരെ, വിവാഹത്തടസ്സമുള്ളവരെ കർത്താവേ ഈശോ രക്തം തളിക്കണമേ കർത്താവേ. മാരകദോഷങ്ങള്, മാരക പാപങ്ങൾ ഈശോ ഏറ്റെടുക്കണമേ. എല്ലാവരെയും ക്ഷമിക്കണമേ ഈശോ. ജനങ്ങളെ വിശദീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയ്ക്കുകയും ചെയ്യണമേ. ആമേൻ. ആമേൻ. ഈശോ ഈശോ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ചെതുമ്പൽ പോലെയുള്ള ചില ഭാഗങ്ങൾ ചെമ്മിൻ്റെ തോല് പോലെ, തോട് പോലെ കട്ടിയുള്ള ഭാഗങ്ങളുണ്ട് ശരീരത്തിൽ. ശൽക്കം പോലെ വരും, അത് അടർന്നു പോവുകയും വിസർപ്പ രോഗങ്ങളെ കർത്താവ് ത്വക്ക് രോഗങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചെവിയിലുണ്ടാകുന്ന മെഴുകുകൾ, ചെവി പൊളി എന്നൊക്കെ പറയുന്ന ചെവി മെഴുകുകൾ, വാക്സ്, അത് ഇൻഫെക്ഷൻ, അതിൻ്റെ ഇൻഫെക്ഷൻ എന്നിട്ടത് പഴുപ്പായി മാറുന്ന ആ ചെവികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ട് ചില സ്ഥലങ്ങളിൽ, അതായത് ചെറിയ കുത്ത് പോലെ വരും, വയലറ്റും റെഡും കൂടിയ കളറിൽ ചെറിയ മുന, ഒരു കത്തിയുടെ മുന കൊണ്ട് കുത്തിയ പോലെ പുറത്ത് നിന്നാൽ തോന്നണ ഒരു പരുവും കുരുവും പോലെ, ഒരു കുരു പോലെ ഇരിക്കുന്ന സംഭവം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പഴുപ്പുണ്ട്. അതല്ല, അതൊരു അടയാളം മാത്രം, വേറെ രോഗമാണത്. കർത്താവ് ആ വ്യക്തിയെ പൂർണ്ണമായി സാക്ഷ്യം പറയാൻ പറ്റുന്നൊരു കുഞ്ഞുങ്ങളില്ല. കാരണം എന്താ? ശുക്ലമില്ല, അതാണ് കാരണം. അതുകൊണ്ട് ആണ്ടിലൊരിക്കൽ വല്ലപ്പോഴും ഒരു അല്പം തുള്ളി കുത്തിയ പോലെ വരും. അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഉൽപ്പാദിപ്പിക്കാത്തത് എന്താണെന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ പല പരീക്ഷണം കഴിഞ്ഞിട്ടും അറിയില്ല. ആ മകനെ കർത്താവ് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. കർത്താവ് വരണ്ട് കീറി വരുന്നുണ്ട്. ചുണ്ടിലാണ് അതിൻ്റെ വരൾച്ച അറിയണത്. കത്തി കൊണ്ട് വരഞ്ഞതുപോലെ ചുണ്ടിൽ വട്ടം കീറുന്ന ചില മുറിവുകൾ വരും. എങ്ങനെ വന്നെന്നറിയത്തില്ല, പക്ഷെ വേദന ഉണ്ട്. അത് ഒരു രോഗമാണ്. അതല്ല രോഗം, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. വലത് ചെന്നി എന്ന് കുറേ മുടികൾ പൊഴിഞ്ഞു പോയി. പിന്നെ പലപ്പോഴായിട്ട് മുടിയിൽ കൊഴിയാറുണ്ട്. ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചൊക്കെ വരണത്. അപ്പോൾ കുറേ സമയം കഴിഞ്ഞിരിക്കുന്ന മുടി കൊഴിയുന്നതിൻ്റെ മൂലകാരണങ്ങളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ശ്വാസം ഊതാൻ വേണ്ടി എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്തോ ചികിത്സാവിധി പ്രകാരം ശ്വാസം ഊതിക്കളയാൻ വേണ്ടി എന്തോ കൊടുത്തിട്ടുണ്ട് ഉപകരണം. പക്ഷേ അതുകൊണ്ട് ശ്വാസത്തിൻ്റെ പഴയതുപോലെയുള്ള ചെറിയൊരാശ്വാസം ഉണ്ടായെന്നല്ലാതെ
ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടുകയും വേണ്ടത്ര ഓക്സിജൻ സ്വീകരിക്കാൻ പറ്റാതിരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്ത് പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, ശ്വാസ തടസ്സമുണ്ട്. ആ ശ്വാസകോശങ്ങളെ കർത്താവ് അങ്ങനെ കുറേ ആൾക്കാരെ ഈശോ ശ്വാസകോശങ്ങളെ തകരാറുള്ളത് സുഖപ്പെടുത്തേണ്ട സുഖലിയ. ജോയിൻസിന് പെയിൻ എന്ന് നമ്മൾ പറയും. ഇത് ജോയിൻസിന് പെയിൻ അല്ല, ജോയിൻസിന് മുറിവാണ്. ചില ജോയിൻസ് മടക്കുകൾ, അവയവങ്ങളുടെ ചില മടക്കിനും ഇടുക്കിനുമൊക്കെ ഇങ്ങനെ മുറിവിഞ്ഞ് പൊട്ടുകയും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും പനി വരികയും ചെയ്യുന്നു. ജോയിൻസിനുണ്ടാകുന്ന മുറിവുകളെ, പരുക്കളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഊടിനെ താഴെ കുത്തിവെച്ചതുപോലെ ഊടിൻ്റെ ചുറ്റും താഴെപ്പാടുകളിൽ ഊടിൻ്റെ താഴെ സ്ഥലം ചുറ്റോട് ചുറ്റും കല്ലച്ച് കിടക്കുന്നുണ്ട്. കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. സുഡലിയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആനിമൽസ്, അതായത് പൂച്ച പോലെയുള്ള ചില സമയത്ത് ചില ജീവികൾക്ക് ചില കാലത്ത് വിഷം കൂടി വരത്തില്ലേ, അതുപോലെ ആനിമൽ ബൈറ്റ്, അതുപോലെ തന്നെ മാന്തൽ, ഇതുപോലെയുള്ള രോഗങ്ങൾ, അതുമൂലം ഉണ്ടായിരിക്കുന്ന രോഗങ്ങളാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം എൻ്റെ അണുക്കൾ രക്തത്തിൽ ബാക്ടീരിയയോ വൈറസോ ശരീരത്തിൽ സൂക്ഷിക്കപ്പെടുന്നത്. അത് നമ്മൾക്ക് ചില സമയത്ത് ചില ബ്ലഡ് ടെസ്റ്റിന് ഒന്നും അത് മനസ്സിലായില്ലെന്നും വരും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ. കാര്യം ആ വൈറസ് എവിടെ കിടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യാത്ത കാരണം ബ്ലഡിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോർമലാണ്, ഓക്കെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും വൈറസുകൾ ബാക്കി നിൽക്കുന്നു. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ ശരീരത്തിലേക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പ്രവേശിക്കുവാനും ആ വൈറസുകളെയും ബാക്ടീരിയകളെയും നിർവീര്യമാക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉടമ്പടിയിലുള്ള അടിയന്തര കാര്യങ്ങൾ, അതായത് ഈ മാസം നടന്നേ മതിയാതൊരു വിഷയമുണ്ട്, അത് മൗനമായി ഇപ്പോഴേ ഏൽപ്പിക്കുക ഈശോയ്ക്ക്. അത് നടക്കും, സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്യാം. നേർച്ച വസ്തു എടുക്കുക, നേർച്ച വസ്തുക്കൾ എടുക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഒന്നാമത്തെ നേർച്ച വസ്തു കൃപാസനം പ്രേക്ഷിത പത്രമാണ്. ഈ പത്രം മുഴുവനും ഈ മാസം, കഴിഞ്ഞ മാസം ഈശോ ചെയ്ത ഏറ്റവും വലിയ അനുഭവങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട അനുഭവങ്ങളാണ് കിടക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കൃപാസനം അനുഭവ സാക്ഷ്യങ്ങളുടെ പ്രത്യേകത എന്താ. ആധുനിക മനുഷ്യനും അനുഭവിക്കുന്ന, അടിസ്ഥാന മനുഷ്യനെ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കുമുള്ള വലിയ സമാധാനമാണ്. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാവരും കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള ആൾക്കാരെല്ലാം വന്ന് ഉടമ്പടി ചെയ്യണത്. എന്താ, ഇവിടെ മാത്രം അമ്മ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമുക്കിവിടെ വന്ന് എന്തും പറയാം. അതാണ് എനിക്ക് മനസ്സിലായത്. എന്ത് കണ്ണീരിൻ്റെ കാര്യവും പറയാം, ഏത് വിഷയവും പറയാം.
അമ്മയുടെ തിരുസന്നിധിയിൽ ചുമ്മാ പറയുകയല്ല, സുവിശേഷ വിഹിതമായിട്ടുള്ള മാർഗങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് വിശുദ്ധീകരിച്ച് ദൈവശക്തി ആവഹിക്കാനുള്ള സുവിശേഷ മാർഗങ്ങൾ സമ്പൂർണ്ണ ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തിയ നിബന്ധനകൾ നമ്മൾ അച്ചിട്ട പോലെ അനുസരിച്ച് അനുഗ്രഹം ഉറപ്പുവരുത്തി വിശുദ്ധീകരിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റാനുള്ള അമ്മമാതാവിൻ്റെ കൈവപ്പുള്ള ദൈവത്തിൻ്റെ അംഗീകാരമുള്ള ഒരു അനുഗ്രഹ പ്രാർത്ഥനയാണ് ഉടമ്പടി. അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വരണത്. അപ്പം അതിൻ്റെ അച്ഛൻ്റെ കൂടെ ഇന്ന് സംസാരിച്ചു. അതിൻ്റെ മുഖ്യ ലക്ഷ്യം നിങ്ങളുടെ വിഷയമായിരിക്കരുത്, ദൈവമായിരിക്കണം. ഉടമ്പടി ദൈവം ഒന്നാമത്തെ വിഷയമാക്കി മാറ്റി ഇതുവഴി ദൈവത്തെ ഞാൻ സ്നേഹിക്കും, ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ള ആദ്യ ലക്ഷ്യമായ അത് അധ്വാനമാണ്, നിത്യജീവന് വേണ്ടിയുള്ള അധ്വാനം. അപ്പോഴും നമ്മൾ അധ്വാനിക്കാത്തത് അവകാശം നമ്മളെ ദൈവം അവകാശിയാക്കും. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കം. പത്രം വാങ്ങിക്കാത്തവരെ കൗണ്ടറിൽ നിന്ന് പത്രം വാങ്ങിച്ചുകൊണ്ടേ പോകാവും. ഉടമ്പടി ചെയ്യാത്ത മക്കളും കൃപാസനത്തിൽ വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ച എന്ന് പറയുന്നത് പത്രം മേടിച്ച് പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിലും അവർ കൂടുതൽ പത്രം വാങ്ങിച്ച് നിങ്ങളുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വന്നത്, ആ പ്രാർത്ഥനാ വിഷയം നിറവേറാൻ വേണ്ടി 100-200 പത്രം വാങ്ങിച്ച്, അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ 50 പത്രം വാങ്ങിച്ച് പരിശുദ്ധ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. നേർച്ച ഉയർത്തി പിടിച്ച മക്കളെ വിശ്വാസ പ്രമാണം ചൊല്ലി. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit. Soak with the precious blood. Lord Jesus Christ, pour out your spirit. Fire of him. Soak with the precious blood. Another the Catholic Church. The power of the with the medicine of Holy Priest. എൻ്റെ കർത്താവിനുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ സമാപന ആശീർവാദത്തിന് നേർച്ച ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. കടുത്ത രോഗികൾ, ഇപ്പോൾ രോഗികളായിട്ട് ഇവിടെ വന്നിട്ടുള്ളവർ, അതായത് ക്യാൻസർ ഉള്ളവർ, അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ഈ 4 പേരും ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ചീട്ട് കിട്ടുന്നതായിരിക്കും. രോഗികൾ ശ്രദ്ധിക്കുക. രോഗികളെ അച്ഛൻ പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കും, അത് തറയെ വെച്ച് പ്രാർത്ഥിക്കും. അത് ഹാർട്ട് രോഗികൾ, പിന്നെ കിഡ്നി രോഗികൾ, പിന്നെ കരൾ രോഗികൾ, ക്യാൻസർ രോഗികൾ, 4 രോഗികൾ. അവർ ചീട്ട് പേരെഴുതി വാങ്ങിക്കണം. പബ്ലിക്കേഷൻ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ചീട്ട് തരുന്നതായിരിക്കും. സമാപനാശ്വരം വാങ്ങിച്ചാൽ 10 രൂപ വാങ്ങിക്കാത്തവർ വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പോകാം. അമ്മ മാതാവിനോട് ഈ മാസത്തെ അവസാനത്തെ പ്രാർത്ഥനയാണ്. അതീവ അനുഗ്രഹത്തിലാണ് നമ്മൾ പോകുന്നത്. വചനവും കർത്താവ് നമുക്ക് നൽകി, ആരാധന, അഭിഷേക, സൗഖ്യവും നൽകി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന